എടാ എന്തിനാണ് എല്ലാം എടുത്ത് ഒറ്റ കളി എല്ലാ ദിവസവും ഒരു കളിയല്ലേ നമ്മൾ കളിക്കുന്നുള്ളൂ, ഒരു കളിയല്ലേ കളിക്കുന്നുള്ളൂ. അതിനെന്തിനാ ഇങ്ങനെ എല്ലാം ഇടുന്നത്? എല്ലാം ഇട്ടാ ഞാൻ ലൈവ് നിർത്തിയിട്ട് പോവേ. ഡബ്ല്യൂഡ് മുത്തൻ ഡബ്ല്യൂഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. ഇപ്പൊ എന്തെങ്കിലും ഞാൻ ലൈവ് നിർത്താം, അല്ലെങ്കിൽ ഗെയിം കളിക്കാം. ഏതാ വേണ്ടത് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ഗെയിം ഇഷ്ടമല്ലാത്തവർക്ക് ഇറങ്ങി പോവാം. എനിക്കിവിടെ ഞാനിവിടെ വാച്ചിങ് നോക്കിയിട്ടല്ല ലൈവ് ചെയ്യുന്നത്. എത്ര ആളില്ലെങ്കിലും ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗെയിം ഇഷ്ടമല്ലാത്തവരെ ഇറങ്ങി പോവാം, ഞാൻ കളിക്കും. ഓക്കെ, ഒരു കളി ഞങ്ങൾക്ക് എന്തായാലും കളിക്കണം, ഒരു കളി ഞങ്ങൾക്ക് കളിക്കണം. അതെന്റെ പ്രോഗ്രസ് ആണ്, മനസ്സിലാവും. ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ടച്ച് വിട്ടിട്ട് ഇപ്പൊ സാഹിബിലും വന്ന് കളിയാക്കുന്ന കാണുന്നില്ലേ? എനിക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരണം. അതെ, ഇതെന്റെ പേഴ്സണൽ കാര്യം. എനിക്ക് ഗൈസ്, എനിക്ക് നിങ്ങളെ ഫീലിങ്സ് മനസ്സിലാവും. ശരിയാണ്, നിങ്ങൾക്ക് ഗെയിം എന്താന്ന് അറിയില്ല, ശരിയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഗെയിം പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഗെയിം പഠിപ്പിച്ചു തരാം. അതായത് ഇതാണ് പോച്ചിക്ക്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിപ്പോ നമ്മൾ ആദ്യം ഫ്ലൈറ്റിൽ കയറും. ഇതിപ്പോ എന്താ സംഭവം അറിയാം? ഈ മുകളില് ലെഫ്റ്റ് സൈഡിലായിട്ട് റിമൈനിങ് പ്ലെയർ 99 ഫിനിഷ്ഡ് 0 എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ആദ്യം മുതൽ നിങ്ങളെ ഗെയിം പഠിപ്പിച്ചു തരാൻ പോയത് അറിയാത്തവർക്ക്. അതായത് ഇപ്പം 99 ആൾക്കാരുണ്ട്, 99 അല്ല 100 ആൾക്കാരാണ് പൊതുവെ. ഇപ്പോൾ ഒരാൾ എവിടെ പോയതാണ്. അപ്പം 100 ആൾക്കാരാണ് ഈ ഗെയിം കളിക്കാം. 100 ആൾക്കാർ 4 ആൾക്കാരെ ടീമായിട്ട് തിരിയും. ഓക്കെ, അപ്പോൾ എത്ര ടീമായി? 25 ടീമായി. ആ 25 ടീമിൽ ഒരു ടീം നമ്മളാണ്. ബാക്കി 24 ടീമുകളും ഹിന്ദിക്കാരും തമിഴന്മാരും കന്നഡക്കാരും ചിലപ്പോൾ മലയാളീസ് ഉണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ടീമുകളുണ്ടാവും. ഈ എല്ലാവരും ഈ മാപ്പിൽ ഓരോ ഭാഗത്തായിട്ട് ഇറങ്ങും. ഇപ്പം ഓരോ സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ഇറങ്ങുന്ന പൊച്ചിങ്ങിയാണ്. പൊച്ചിങ്ങിയാണ് ഈ സ്ഥലത്തിൻ്റെ ഹാർട്ട്, ഈ ഗെയിമിൻ്റെ ഹാർട്ട് പൊച്ചിങ്ങിയാണ്, ഏറ്റവും നടുവിലുള്ള സ്ഥലം. മനസ്സിലാവും? നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാം. ആളുടെ ഒരു ടീമുണ്ട്. അല്ല, പണ്ട് പോർച്ചുഗലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾ. ഇപ്പോൾ വേറെ കുറേ സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റായി. എന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും. ഈ മാപ്പ്, ഇതാണ് മാപ്പ്. നമ്മൾ ഇതിൻ്റെ നടുക്കുള്ള സ്ഥലത്താണ് ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഈ മാപ്പിൽ ഇങ്ങനെ ഒരു വൈറ്റ് റൗണ്ട് വരുന്നുണ്ട്. ആ വൈറ്റ് റൗണ്ട്, ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ നിൽക്കണം. മനസ്സിലാവും? അതായത് ഈ വൈറ്റ് റൗണ്ട് ഇങ്ങനെ ചെറുതായി ചെറിയ റൗണ്ടാവും. ഇപ്പം ലാസ്റ്റ് ഈ ഒരു വീടിൻ്റെ വലിപ്പം മാത്രമുള്ള റൗണ്ടായി മാറും. മനസ്സിലാവും? അപ്പം ഈ റൗണ്ടിൻ്റെ പുറത്തുള്ളവരെല്ലാം മരിക്കും. അപ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കലാണ് കളി. മനസ്സിലാവും? അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം. നിങ്ങൾ ഈ സ്ക്വിഡ് ഗെയിം എല്ലാം കണ്ടില്ല? സ്ക്വിഡ് ഗെയിം സീരീസ് ആരും കണ്ടിട്ടുണ്ടാവും? കൊറിയൻ സീരീസ് അതെല്ലാം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്യുക. ജീവിക്കണമെങ്കിൽ കൊല്ലണം. ബാക്കിയുള്ള ടീമിനെ കൊന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് കളി. മനസ്സിലാവും? ലാസ്റ്റ് സർക്കിള് ചെറുതായി ഈ വീടിൻ്റെ അത്രയുള്ള സർക്കിൾ ആവില്ലേ? അപ്പോൾ ഏത് ടീമാണോ ബാക്കിയുള്ളത് ആ ടീം ജയിക്കും. ആ ജയിക്കുന്നതിനാണ് ചിക്കൻ ഡിന്നർ എന്ന് പറയുന്നത്. മനസ്സിലാവും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റുഡൻസ്? എല്ലാം ഇടുന്നവരെല്ലാം ഇടും. ഞാൻ പറയുന്നത് സ്ക്വാഡ് ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ബാക്ക് വലിയ, ഞാൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്ക്വാഡ് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്ക്വാഡ് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും ബാക്ക് വലിയ. ഇപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കൊച്ചിങ്ങിൽ തന്നെ വേറൊരു സ്ക്വാഡ് ഉണ്ട്. സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടീം, 4 ആൾക്കാരുള്ള വേറൊരു ടീം. ഇപ്പം നമ്മൾ ഈ 4 ആളാണല്ലോ ഉള്ളത്. ഞാൻ ഈ 3 ബോണ്ടകൾ. അവരുടെ ടീമിൽ ചിലപ്പോൾ 4 നല്ല പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ വേണം അവർ 4 അടിച്ചിടാൻ. കാരണം ഇവന്മാർ പെട്ടെന്ന് ചാവും മിക്കവാറും. നിങ്ങൾ മണ്ടന്മാരാണ്. അപ്പം എല്ലാ ടീമിലും ഒരു പ്രോ പ്ലെയർ ഉണ്ടാവും. എന്നെ പോലെ ഞാനാണ് ഈ ടീമിലെ പ്രോ പ്ലെയർ. അപ്പൊ ഈ ടീമിലെ പ്രോ പ്ലെയർ ഞാനാണ്. കണ്ണൂർ. താങ്ക് യു ബ്രദർ. ഇങ്ങനെയാണ് ഗെയിമിംഗ് എല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കല്. മനസ്സിലാവും? നമുക്ക് നമ്മളെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും സ്ട്രീമിംഗ് ഇൻഡസ്ട്രിയിലും വളർത്തി കൊണ്ടുവരണം. പുറത്തെ രാജ്യത്തെല്ലാം മ്യൂസിക് ഇൻഡസ്ട്രീനെക്കാളും വലുതാവാൻ തുടങ്ങി. വലുതായിട്ടില്ല, അതിന്റെ അടുത്തെത്താൻ തുടങ്ങി ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലും സ്ട്രീമിങ്ങിലാണ്. എന്താ പോലെ എന്തിനാ അറിഞ്ഞിട്ടെന്തിനാ എന്തിനാ പബ്ജി കളിക്കാൻ അറിയാം നിങ്ങൾക്ക്? എന്റെ പണ്ടത്തെ കമ്പനിക്കാരെല്ലാം അറിയാം. ആരൊക്കെയാ പേരുകളാറോ? ബാബാ, ഞാൻ വാർപ്പില്ലാത്ത വീട്ടിന്റെ മുകളിലുണ്ട്. സ്പാക്കന്റെ പണ്ട് എന്റെ പബ്ജി കളിച്ചോണ്ട് ഇതാ ഈ വാർപ്പില്ലാത്ത ലൂട്ടായില്ലേ ലൂട്ട് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നമ്മളെ ബാഗിൽ ഇപ്പൊ സാധനങ്ങൾ പറഞ്ഞില്ലേ? 2 തോക്ക്, ബോംബ്, മെഡിസിന്. ആള് പുറത്തോട്ട് ഓടി കളിക്കല്ല. വീട്ടിലെ ആള് എല്ലാരും വീട്ടിനുള്ളിൽ കയറി. ഈ വീടാ? ഈ വീട് ഏത് പാർപ്പ്? ഓരോ കയറി അടിക്കും. ഞാൻ പഠിപ്പിച്ചരാ. കളിക്കാറിയാത്ത ഒരാൾ കയറി. കളിക്കാറിയാത്ത ആരാ? ബാ, ആദിലൊക്കെ ഉള്ള ആരാ?
മമ്മുവാ നമ്പർ 4 മമ്മുവാ നമ്പർ 4 മമ്മു ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടോ എന്റെ അടുത്തേക്ക് വാ ആ ഇങ്ങോട്ടോ അതാ ഇവിടെ ആളുണ്ട് ഓനെ അടിച്ചാ പോയിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ആളുണ്ട് പോയിട്ട് അടിക്ക് ഞാൻ ബാക്കിൽ നിന്ന് വരാം പോയി അടിക്ക് പോ അടിക്ക് ആ അടിച്ചോ അടിക്ക് വെടിവെക്കെ ഇവന്റെ ലൂട്ടർ അങ്ങനെ ഒന്ന് കൊല്ലല് മനസ്സിലാ ഇത്ര ഈസി ആയത് ആ എന്നതാ അപ്പുറത്ത് വേറെ ആള് ബാ ഞാൻ പഠിപ്പിച്ചുതരാം എടാ ആള് അത് പോട്ടല്ല എനിമി ഞാൻ പറയുന്നത് ഈന്റെ മുകളിൽ കാത്തുക്ക ഓൻ ഇങ്ങോട്ടേക്ക് വരും അതായത് ഇങ്ങോട്ടോ ഞാൻ പറഞ്ഞുതരാം അതാ ഞാൻ കണ്ട് ഇത് മാർക്കാവാത്ത കാണിച്ചെന്നാ മാത്രം മതി ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ആള് കണ്ട് അപ്പുറത്ത് പഫർ ഫിഷ് ഉള്ളതല്ലേ ആ കണ്ട് അവിടെയാണ് ആളുള്ളത് നമുക്ക് പൊന്തിക്കോട്ടെ അവന്റെ ചുക്കാമണി അടിച്ചു പൊട്ടിച്ചു പഫർ ഫിഷിലും ആളുണ്ട് പിന്നെ റൈറ്റിലും ആളുണ്ട് കേട്ടോ അതെനിക്കറിയില്ല പഫർ ഫിഷിന്റെ വേണേ ഞാൻ തീർത്തോളൂ ഇല്ല പഫർ ഫിഷ് അവിടെ അല്ല അപ്പുറത്താ ഇവർ ഊട്ടിയിലല്ലോ ട്രിപ്പ് പോയി നമുക്കേ ഇവിടെ ഇങ്ങനെ കാത്തുക്ക മനസ്സിലായി അവരിങ്ങോട്ടേക്ക് വരും ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഗെയിമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് എനിമി അപ്പുറത്തെ കോമ്പൗണ്ടിലുണ്ട് അതായത് അപ്പുറത്തെ വീടുകളുടെ കൂട്ടത്തിന്റെ അടുത്ത് കുറെ എനിമികളുണ്ട് അങ്ങോട്ട് പോലെ ഇതാരാ ഷമീറ ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ ഉറങ്ങാം ഇങ്ങോട്ട് വാ ഉറങ്ങി അവിടെ കടക്ക് ആ വീട്ടിലെ ആളുണ്ട് ബാക്കിൽ ബോട്ടാ അതിന് കൊല്ല് ആളില്ലേ ഷമീർ അവിടെ തന്നെ നടന്നു ഒരുത്തനും കൂടെ പച്ച ഇത് അവിടെ ഇരിക്കോ ഇപ്പൊ വരും എന്ത് പച്ച ഒരാൾ മരിച്ചതാന്ന് തോന്നുന്നു ഒന്നും അറിയാതെ ഈ കൊറേ പൊട്ടം കളിക്കല്ലേ ഷമീർ സീരിയസ് ആയിട്ട് ഒരാൾ ഗെയിമിലേക്ക് ഇതാക്കാൻ നോക്കുമ്പോ കൊറേ പച്ച കാണുന്നതൊക്കെ പച്ച കാണുന്ന പൊട്ടി എന്താന്ന് എനിക്ക് അറിയില്ല ഭയങ്കരം തന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഞാനില്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ കടക്കാൻ വേണ്ടത് ഈ പെട്ടിന്റെ ബാക്കി കടന്നാ കാണൂല എന്നിട്ട് ഇപ്പൊ എനിമി ഇങ്ങനെ വരുന്ന വിചാരിക്കാം ഇപ്പൊ നീ എനിമിയായിട്ട് അഭിനയിച്ചേ ആരെങ്കിലും ഒരാൾ എനിമിയായിട്ട് അഭിനയിച്ച ആടുന്ന് ഇങ്ങോട്ടേക്ക് വാ ആ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാ ഇതാ മമ്മ ഇവിടെ കടക്ക് എടാ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാടാ നാറി ഇതല്ല വീട് ആ വീട്ടിന്റെ അടുത്ത് വാ നാച്ചുറൽ ആയിട്ട് വാ വാ ഇനി ഇങ്ങോട്ട് വാ കണ്ടാ ഇപ്പൊ അത് ഷമീർ എനിമിയാന്ന് വിചാരിക്കാം ഓ നമ്മളെ കാണുന്നില്ല ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരൊറ്റടി മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായോ എന്നാ വാ ഇനി ഇവിടെ ആളുണ്ട് ലൂട്ട് മൊത്തം ഇതായിരിക്കും 6x ആണോ 6x ഇതാ ആള് വണ്ടി വരുന്നുണ്ട് ഏതോ എവിടെ ഷമീറ പോയി ഇനി ഈ വീട്ടിനുള്ളിൽ കേറി നമുക്ക് സ്ഥലം മാറ്റി പിടിച്ചാലോ വാ ഞാൻ പറയുന്ന പോലെ ഇപ്പുറത്തെ ആളുണ്ട് കേട്ടോ ആരോ വണ്ടി കൊണ്ട് പോയി നീ അതാ എടാ വണ്ടി നമ്മളെയും കൂട്ടാ നീ അതാ ഒറ്റക്കല്ലേ എടാ ഇവിടെ ആളുണ്ട് എടാ അവിടെ ആളുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു സ്ഥലം എങ്ങനെ പുഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു സ്ഥലത്തുണ്ട് ഇപ്പൊ നമ്മള് സോണിന്റെ ഉള്ളിലാ ഈ റൗണ്ടിന്റെ ഉള്ളിലാ പിന്നെ ഒരു ചോപ്പ് റൗണ്ട് ഉണ്ടോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബോംബ് മഴകൾ വരും മനസ്സിലാവും അതായത് ഈ ചോപ്പ് റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് അത് ഇടയ്ക്ക് മാപ്പിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഡേഞ്ചർ സോൺ വരും ചോപ്പ് ഒരു 10-30 സെക്കൻഡ് ഉണ്ടാവും ആ ചോപ്പ് സ്ഥലത്തിന്റെ ഉള്ളിൽ മൊത്തം എപ്പോഴും ബോംബുകൾ വന്നുകൊണ്ടിരിക്കും മിസൈൽ വന്നുകൊണ്ടിരിക്കും അവിടെ നമ്മൾ നിൽക്കരുത് ഇപ്പൊ നമ്മള് ചോപ്പിലല്ലേ ചോപ്പിന്റെ പുറത്താണുള്ളത് എപ്പോഴും സ്റ്റിൽ നമ്മൾ വൈറ്റ് റൗണ്ടിന്റെ ഉള്ളിലാണുള്ളത് അപ്പൊ നമ്മള് സേഫ് സോണിലാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഈ അപ്പുറത്തുള്ള നാട് കണ്ടാ ആ നാട് കണ്ടാ ഇപ്പൊ ഈ നാടിന്റെ ലെറ്റ്സ് ഈ നാടിന്റെ പേര് വാമനപുരം ഈ നാട്ടിൽ ആളുണ്ട് അല്ല ഇവിടെ ആള് വാ പുഷ് പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് റഷ് ചെയ്യല് വാ കാരണം എന്താ അറിയോ ഒരാളെ നമ്മള് ലെഫ്റ്റിൽ ആരോ ആള് കേട്ടെ ഞാൻ സൗണ്ട് കേട്ടെ നോയിക്കോ കിട്ടു കിട്ടി
അന്നൊന്ന് രക്ഷിക്കാൻ. ഇങ്ങോട്ട് പുഷ്. ഒരാള് റിവൈവ് ചെയ്തിട്ട് ഒരാൾ എന്റെ കൂടെ. ഇതാ ഇവൻ നീ എന്നെ പുഷ് ചെയ്യും അമ്മോ, നീ പോയിട്ടും കാര്യം. പുഷ് ചെയ്ത് എന്നാൽ ഈ സ്ഥലത്തിന്റെ ഒരു വാമനപുര. ഒരാൾ അവന്റെ കൂടെ പോടാ. ഞാൻ ചത്ത് കഴിഞ്ഞാൽ നാറികളെ ഇല്ല ഞാൻ അപ്പാടെ നമ്മളിത് ഒരാളെ കൂടോ. ഞാൻ വരാ, നീ അതെ ഞാൻ വരാം. എവിടെയുള്ള വേണ്ട, ഞാൻ പോയി. നിനക്ക് ഇവിടെ നോക്കിട്ട ആള് രക്ഷപ്പെട്ട്. അപ്പൊ ഇനി ഇവിടെ ഡേഞ്ചർ ആ. എല്ലാരും ഉള്ളിൽ കയറിക്കോ. റിവൈവ് ആയിട്ടുണ്ടോ? റിവൈവ് ആയിട്ട് അടങ്ങ് കയറി നിൽക്കുന്നുണ്ടോ? വാ. നീ കയറുന്നില്ല വീട്ടിന്റെ ഉള്ളില്? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ആളുണ്ട്. ഇപ്പൊ നമ്മളെ സ്ഥലത്തല്ലാണ്ട് അപ്പുറത്തെ നീയാ വെടി വെച്ചത്? ഞാനിപ്പം വെടി വെച്ച ട്രെയിനിങ് ചെയ്ത. ഇതെന്താ? അല്ലാ ഞാൻ ബട്ടൺ ഒന്ന് മാറ്റട്ടെ. ഇത് തിന്നാൻ കിട്ടുമല്ലോ. ഇതെന്താന്ന്? ആ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടില്ലേ? ഏത് ഭാഗത്താ കേട്ടേതാ? ആ ഭാഗത്ത് ആളുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ട അറിയോ? നേരെ അങ്ങോട്ടേക്ക് പോകരുത്. അവിടെ എത്തുന്ന എടാ സൗണ്ട് ഉണ്ടാക്കാനും പറ്റൂല, മനസ്സിലായോ? അവര് നമ്മളെ ഉണ്ടെന്ന് മനസ്സിലാക്കും. സൗണ്ട് ഉണ്ടാക്കാണ്ട് അവരെ ബാക്കിൽ പോയിട്ട് അവരെ വെടി വെക്കണം. ഇങ്ങോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആ ഭാഗത്ത് ആളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നാലാളെ ഒപ്പരല്ല കേട്ടോ. അപ്പൊ ഇങ്ങോട്ടോ ഒരാൾ ഓരോ വീട്ടിൽ നിന്ന്. ആ ഞാൻ ഈ വീട് വിട്ടു. ഈ വീട് ഈ 3 വീടുകളിലായിട്ട് നിന്ന് ഈ വീട്ടിലൊരാൾ കയറ്. ഈ വീട്ടിലൊരാൾ കയറ്. ഈ വീട്ടിൽ കയറി. എല്ലാരും എല്ലാത്തിന്റെ മുകളിൽ കയറി നിൽക്കുക. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മുകളിൽ ഇട്ടാലോ? ഞാൻ ഇവിടെ കയറിയേ, ഇവിടെ വരല. Group which only admired. Stop explaining this to family audience. They are just a group which only admire your good times. We the OG Soppy fans. Aya family ന്റെ നിന്റെ എല്ലാം കൊറേ കാണാൻ ഓനെന്തല്ലോ പറയാനുണ്ടല്ലോ. ഓനെപ്പോ ഒരു അഭിപ്രായം ഉണ്ടോ? ഓനെന്തെല്ലോ അഭിപ്രായം ഉണ്ടല്ലോ. പോടാ, ഓനക്ക് എപ്പോ അഭിപ്രായങ്ങളാണ്. മുണ്ടാണ്ട് പായുമ്പോട്ടി നിന്ന് കളി കണ്ടാ പോരാടാ. പോടാ. Stop explaining this to family audience. They are only admire your good time. എനിക്കൊരു അഭിപ്രായം ഉണ്ട്. നിന്റെ അഭിപ്രായം ആർക്കറിയണോടാ നായിന്റെ? ഓന് കൊറേ അഭിപ്രായങ്ങൾ. പോയി റീകോൾ ചെയ്യടാ നാറികളെ. റീകോള് കാണുന്നില്ല. ഞാൻ വരുന്നുണ്ട്, അതെ പേടിക്കാതെ. ഇതെന്താ ചെയ്യുന്നത്? ഇതാരാ അതിന്റെ അക്കൗണ്ടില്? മമ്മദ് എന്ന് പറയുന്ന മുട്ട പപ്സ് ഹീല് പോലും ചെയ്യാണ്ട്. ഹീലെങ്ങനെ? നീ എന്തിന് ഇവന്റെ കളിയാണ്? എന്റെ കളിയാണ്. ഇവന് കളി അറിയില്ല മോനെ. ഞാൻ റീകോൾ ചെയ്യാം. പോയി റീകോള് പോ. ഷമീർ അലേസ്കോ റീകോളിലേക്ക്. ഏത് റീകോളിൽ ആളുണ്ടാവും കേട്ടോ. റീകോളിൽ എന്തായാലും ആളുണ്ടാവും. നമുക്കൊരു വിഷയല്ലാടാ. ഈ കളി കഴിഞ്ഞാൽ ഞാൻ നിർത്തേണ്ട. ഞാൻ കളിക്കുന്നില്ല. വെറുതെ ഇതാക്കല്ലേ. എങ്ങനെയെങ്കിലും റീകോൾ ചെയ്ത് തന്നെ ജീവിപ്പിക്ക്. നമുക്ക് ജയിക്കണം. ഞാൻ റീകോൾ ചെയ്യാൻ പോവല്ലേ? അത് ആ കാർ എടുക്ക്. ഞാൻ പറഞ്ഞുതരാം. എന്താ 800? ഓക്കെ അടിക്കരുത്. വെയിറ്റ് ചെയ്യാം. അപ്പൊ വൈഫൈ ശരിയാവുമ്പോ ഇതാവും. വൈഫൈ നിന്റെ കണക്റ്റഡ് അല്ല. അതാ എന്താ നീ ചെയ്യുന്നത്? ഞാൻ 800 എടുത്തു. തെറിയാ? എന്ത് തെറിയ? ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. എന്റെ പൊന്നു മോനെ, ഒരു തെറിയും ഞാൻ വിളിച്ചില്ല. ഓൾഡ് തൊപ്പി മോനെ, ഞാൻ നായിൻ്റെ വിളിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ആക്കി. അതാണ് സെൽഫ് കൺട്രോൾ. മനസ്സിലായി? അതാണ് സെൽഫ് കൺട്രോൾ. ഞാൻ തെറി വിളിച്ചില്ല. ഞാൻ അഥവാ അറിയാണ്ട് എന്റെ വായു തെറി വന്നാൽ പോലും കുഴപ്പമില്ല. ഗെയിമിന്റെ ഇടയിൽ തെറി അല്ല, അങ്ങനെ അറിയാണ്ട് വന്നുള്ള മാത്രമാണ്. അങ്ങനെ എല്ലാരും ഇനി തെറി വിളിക്കാൻ നിൽക്കല്ലോ കേട്ടോ. ഗെയിമിൽ വിളിക്കാൻ നമ്മൾ. ഓക്കെ, അപ്പൊ വള്ള റൗണ്ട് ചെറുതായിട്ടുണ്ട് ഇപ്പം. ഒരു സെക്കൻഡ്. അയ്യോ എന്താടാ? നമുക്കൊരു കാര്യം ചെയ്യാം. വണ്ടി എടുത്ത് പോവാലാ. പെട്ടെന്ന് അതിലൊന്ന് നീ പെട്ടെന്ന് ചാവ്. അല്ല, പെട്ടെന്ന് ഫുൾ ചാവ്. അതൊന്ന് റീകോൾ ചെയ്താ. പെട്ടെന്ന് വണ്ടി കയറിക്കോ.
ഒന്ന് റീകോൾ റീകോൾ ചെയ്യടാ. ചെയ്തല്ലോ. ആരാ? ഞാൻ എത്തി. പോച്ചെങ്കി പോച്ചെങ്കി പോലും വാ വണ്ടി കയറി വണ്ടി കാണുന്നില്ല. ഇതേത് സ്ഥലം? വണ്ടി ആരും എടുത്തോണ്ട് പോയി. വണ്ടി ഞാനാ ഓടിച്ചിട്ട് വന്നു, പക്ഷെ കാണുന്നില്ല. ആ ഇടുണ്ട്. ഇതേതാ സ്ഥലോ? നീ ഓടിക്കണ്ട, ഞാൻ ഇതിൽ കയറി. നീ ഓടിച്ചോ. ആരടാ പാച്ചോടെ ഒന്ന് എടുക്ക്. ഇതേതാ സ്ഥലം? നീ ആവേ ಹುಟ್ಟು ತಿನ್ನನ್ പോകുന്നതല്ല ഷമീറെ ഡോട്ടർ ഓനുഷാറെ. ഇതേതാ? ഏത്? ഇത് വേറെ എന്റെ കാറിലേക്ക് എന്താ 800 പുട്ട് തിന്നാൻ പോകുന്നതല്ലേ ഷമീറ, ഒന്ന് ഉഷാറാക്കുന്ന് പറയുന്നുണ്ട്. സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് ദിസ് ടു എന്താടാ നായി നിനക്ക് വേണ്ടത്? സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് ദിസ് ടു ഫാമിലി ഓഡിയൻസ്. ദേ ആർ ജസ്റ്റ് എ ഗ്രൂപ്പ് വിച്ച് ഓൺലി അഡ്മയർഡ് യു പോച്ചെങ്കി അടിയാ on your good times we the OG Topi fans who are with you. OG fans ആണ് നിങ്ങൾ. ഫോണ് പറഞ്ഞു ബാ. with you on your good and bad times will be here to support. yes എടാ ഞാൻ പറഞ്ഞുതരാം. OG fans ആണ്, എനിക്ക് അറിയില്ലായിരുന്നു. സോറി എടാ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ എടാ ആള് ഒരു സെക്കൻഡ് മോനെ. സോണ് എവിടെ ആളെവിടെ? നീ ഓടിക്കോ, നിനക്ക് ഓടിക്കാറിയോ? ഇല്ല ഞാൻ മാറാം. നീ ഏതോ ഇത് കണ്ടോ? ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് വൈറ്റ് റൗണ്ടിന്റെ പുറത്താണുള്ളത്. മനസ്സിലായി? വൈറ്റ് റൗണ്ടിന്റെ പുറത്ത് നമ്മളിങ്ങനെ നമ്മളെ ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് ഇല്ലല്ല സീല പോവാ. അല്ലാ ഞാൻ ഇപ്പൊ മരിക്കും. ഇപ്പൊ നമ്മള് സോണിന്റെ ഉള്ളിൽ കയറി. എടാ അങ്ങോട്ടേക്കല്ല ഓടേണ്ടത്, ഞാൻ പറയുന്ന പോലെ ഓട്. സോണിന്റെ ഉള്ളിൽ നടുക്ക് പോയിട്ടിരിക്ക, കാരണം സോൺ ഇങ്ങനെ ചെറുതായി വരും. നീ ഓട്, അല്ലെങ്കിൽ കടൽക്കാറ്റ് വന്നിട്ട് നീ ഇപ്പൊ മരിക്കും. OG ഫാൻസിനോട് പറയാനുള്ളത്, എടാ നമ്മൾ ഈ ഗെയിം കളിക്കാൻ അറിയാത്തവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കാരണം എന്താ അറിയോ? നമുക്ക് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും കുറച്ച് വളർത്തി കൊണ്ടുവരണ്ടടാ. ഗെയിം കളിക്കാത്തവരും ഗെയിം കളിക്കട്ടെ. ഇതിലെന്ന് പറഞ്ഞാൽ അത്രയും ഓപ്പർച്യൂണിറ്റികളുണ്ട്. എത്ര ആൾക്കാർ ഗെയിം കളിച്ച് ഇതൊരു കരിയർ ആക്കിയിട്ട് എത്ര ആൾക്കാർ രക്ഷപ്പെടുന്നു. ഞാനും ഗെയിമിൽ തുടങ്ങിയതാ, മനസ്സിലായി? ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എന്റെ റവന്യൂ എന്താ, എന്റെ ആനുവൽ ഇൻകം എന്താന്ന് നിങ്ങൾ നോക്ക്, മനസ്സിലാവും? ഇതെന്ന് പറഞ്ഞാൽ ഗെയിം ചെറിയ പരിപാടിയല്ല. ഗെയിമിൽ കൂടെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു കരിയർ ഓപ്ഷനും കൂടി ആണെന്നുള്ളത് ആൾക്കാർക്ക് നമ്മൾ ഇതായി കൊടുക്കണം, മനസ്സിലാവും? ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയും കൂടി ഉണ്ട്. മ്യൂസിക് ഇൻഡസ്ട്രീനെക്കാളും ഈസി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അത്, മനസ്സിലാവും? പിന്നെ ഉള്ളത് മൂവി ഇൻഡസ്ട്രിയാണ്. അതിന്റെ അത്ര എത്തൂല എന്തായാലും ഗെയിമിംഗ് ഇൻഡസ്ട്രി. മൂവി ഇൻഡസ്ട്രി വേറെ തന്നെ. എടാ നമ്മള് ബാക്കിൽ പോകുന്നത് നല്ലത്. അപ്പുറത്താ സോണ് വരുവാ. പിന്നെ വേറെ പരിപാടി ഉണ്ട്, ബ്രിഡ്ജ് ബ്ലോക്ക്. അത് നമുക്ക് ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടില്ല. ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി നടുക്കിടരുത്, വണ്ടി നമുക്ക് താഴെ ഇറക്കാം. ഇല്ല സീനില്ല. ഇങ്ങനെ വണ്ടി പോവും. ഈ വണ്ടി ഇങ്ങനെ ഇടാം. അല്ല ഇങ്ങനെയല്ല, ഇവിടെ ഇടാം, ആരും കാണൂല. ഇപ്പൊ ഈ പാലം കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരടിച്ചിട്ടല്ല നമ്മളെ ഉദ്ദേശം. ഇപ്പുറത്തോ ഓപ്പോസിറ്റോ പറയുന്നത് ഇങ്ങോട്ടോ. ഈ ലോറി ഉണ്ടോ? ഈ ലോറിന്റെ ഉള്ളിലേക്ക് കടക്ക്. അതായത് പാലം കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ പാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ സോൺ ഇപ്പൊ ചെറുതായി കഴിഞ്ഞാൽ മനസ്സിലാവും പാലത്തിന്റെ അപ്പുറത്താണോ സോൺ വരുന്നത് അല്ല ഇപ്പുറത്താണോ സോൺ വരുന്നത്. അപ്പൊ അപ്പുറത്താ സോൺ വരുന്നെങ്കിൽ ഇപ്പുറത്തെ ആൾക്കാർ മൊത്തം ആ ഭാഗത്തേക്ക് പോകും. അപ്പൊ ഇവര് പാലത്തിൽ കൂടെ അല്ലാതെ പോയാലോ? കളിക്കാനത് ചത്തില്ലേ? ഇവനെല്ലാം ഒരു തലവേദനയാണ്. ഇവനെല്ലാം കളി പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പാലത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതിപ്പോ ഈ സോണ് ചെറുതായി കഴിഞ്ഞാലേ തീരുമാനമാവും. ചെറുതായി ഇത്ര കുഞ്ഞാവും, മനസ്സിലാവും? പാലത്തിന്റെ അടിയിൽ കൂടെ പോകുമ്പോ നമ്മൾ അറിയും. ഇപ്പൊ ഇതിങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവും. പാലത്തിന്റെ അടിയിൽ കൂടെ മീൻസ് വെള്ളത്തിൽ കൂടെയാ. ബോട്ട് എടുക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയൊന്നും പോകൂല. ബോട്ടൊന്നും അവർക്ക് കിട്ടൂല, സാധ്യത കുറവാ. ആ ബോട്ടുണ്ടത്, ബോട്ടത്. ഗണ്ണ് നല്ലൊരു ഗണ്ണ് തന്നെ. നിന്റെ ഏതാ ഗണ്ണ്? ഏതാ പേരറിയില്ല. ഒരു M6 അങ്ങനെ എന്തോ. റാംബോന്റെ ഏതാ? എന്നാ മറ്റേ കണ്ടോ? മറ്റേ സാധനം എന്താ? എൻ്റെ സ്കോപ്പ് ഉണ്ട് 6-ന്റെ 4-ന്റെ 2-ന്റെ എല്ലാം. DBS എടുത്തോ?
എന്താ അല്ല എന്നാ റീകോൾ ചെയ്യുന്നില്ലേ ഞാൻ എമ്മോ മൊത്തം സാധനങ്ങൾ താടാ. ഇതിന്റെ ഏതാ എമൗണ്ട്? ഇത് 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 ഇതിനെ ബോംബല്ലോ ഇടുവോ അതല്ലോ. ആ ബാൻഡേജ് കിട്ടോ. അല്ല നമുക്കൊരു കുടിക്കാൻ എന്തെങ്കിലും തരോ? സർവത്ത് എന്തെങ്കിലും സാധനം ബളി തരാം. വരുന്നുണ്ടേ, ഒരു ടീം വരുന്നുണ്ടേ. ആള് വരുന്നുണ്ടാ? ഈ പാലത്തിന് അപ്പുറത്ത് ഇപ്പൊ ഒരു ടീം വരും. ഗണ്ണില്ലടാ. അവർ തീർന്നില്ല. ഇരിക്കരി കടക്ക് കടക്ക് കടക്ക്. ഇല്ലില്ല, ഞങ്ങക്ക് അവരെ കൊല്ലാണ്ട് സമാധാനം കിട്ടൂല. DBS എടുക്ക്. ബാക്കിലൊരു ഗണ്ണ് ഇതാ. നിങ്ങളെന്ത് ഈ ലോറിന്റെ ബാക്കിൽ കടന്നു കയറിയെന്ന് ഇറങ്ങിപ്പോയി കൊല്ലു മക്കളെ. എടാ നീ എങ്ങനെയാന്ന് പൊട്ടിയത്? നീ പറയും നമ്മള് കേൾക്കൂല. മപ്പാസാൻ ഞാൻ രക്തസാക്ഷിയാണ്. രക്തസാക്ഷിയാ? എന്തിന്? ഒരാളി കൊല്ലാണ്ട് ഒറ്റയ്ക്ക് നീ മരിക്കുന്ന രക്തസാക്ഷി? ആ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്നോട്ടെ, ഞാൻ അവിടെ ഉണ്ട്. എനിമീസ് വരുമ്പോ പറയണേ, കാരണം എനിക്ക് സ്കോപ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കളി കളിക്കാൻ പോയത്. എല്ലായിടത്തും വെച്ചേക്കല്ലേ? എന്താന്ന് ഇത്? റൂം എടുത്തതാ? അടുത്തൊന്നും കിടക്കണെങ്കിൽ നീ അങ്ങോട്ട് പോ. വെടിവെച്ച് റാംബോ അറിയാണ്ട് കൈ അതാ ഞാൻ ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്. അറിയാണ്ട് ബളിയിട്ട് വന്ന് ഒരുത്തനെല്ലാം കൂട്ടിട്ട് കളിക്കാൻ കേട്ടു. ഞാൻ ഇവന്റെ അടുത്ത് ഒതുങ്ങി കിടക്കാ അതാ പറഞ്ഞത്. എന്താ നീ സംസാരിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് മോള് റൂമിൽ കിടക്കുന്ന പോലെയെല്ലാം പറയുന്നു ഒതുങ്ങി കിടക്കാൻ. ഇത് ഗെയിമാണ്, നിങ്ങക്ക് അങ്ങോട്ട് പോവാ. കൂടെ പറഞ്ഞു എണീച്ച് നിക്കാൻ പറ്റില്ലല്ലോ. എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. ഇതെന്താ? അല്ല ഞാൻ പറഞ്ഞിട്ട് എവിടെയാ പോന്ന്? ഇതെന്തായത് നിനക്ക്? എടാ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇങ്ങനെ കോമഡി കാണിക്കല്ലേ. ഇല്ല ഇല്ല. നീ എങ്ങനെ പറഞ്ഞ? ഏത്? ഞാൻ എന്തോ ഒരു സാധനം ഇങ്ങനെ നീങ്ങിട്ട് പോയി. പാരഷൂട്ട് പോലെ. ഇങ്ങനെ ബലൂൺ. ആ ബലൂണ്. ആ മറ്റേ ഇത് എന്താ? ഷീൽഡോ? ഒരു സാധനം. എനിക്ക് ഷീൽഡ് ഉണ്ട്. ആള് ആള് ആരോ നമ്മളെ ബാക്കിൽ വന്നേ. ഒരു കുഴപ്പമില്ല. നീ അതെ അത് ആരോ നമ്മളെ മുകളിൽ വണ്ടി വരുന്നുണ്ട്. വണ്ടിയല്ല, മുകളില് ബലൂണാന്ന് തോന്നുന്നു. ബലൂണൊന്നും നമുക്ക് പേടിക്കണ്ട. ആ നീല ബലൂണല്ലേ, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കടലിലോട്ടോ വരുന്നുണ്ട്. ഇതാ നോക്കണേ. ഇതെന്താ അറബിക്കടലോ? കൊറേ ആൾക്കാർ വന്ന് വേടാ ഒരു കൊറേ ആൾക്കാർ വന്ന് വാ. എങ്ങോട്ടാന്ന്? പാലത്തിന്റെ മുകളിലേക്ക് അവർ ഇറങ്ങിയെന്ന് തോന്നുന്നു. പാലത്തിന്റെ അടിയിലാ വരണ്ടേ? ആളതാ ഓടത്ത് ഞാൻ കാണുന്നില്ല. എവിടെ? ഓ ആടെ മാർക്ക് ചെയ്യണേ. ഈ കണ്ണു വെച്ച് ഒരിക്കലും അങ്ങനെ അടിക്കാൻ കഴിയില്ല. ഈ പൊട്ടന്മാർ ഇത് ആരോടാ ഞാൻ ഇത് പറയേണ്ടത്? ഇത് ഭയങ്കര. നീ കളിച്ച കളി പോരാട്ടാ. കളി പോരാ. എന്റെ സ്നൈപ്പിങ് ശരിയായിട്ടില്ല. അല്ല എന്റെ ആ ഓക്കെ വരുന്നു. റീകോൾ ചെയ്യൂലേ? ആ ഇല്ല റീകോൾ ചെയ്യണ്ട. എന്നാ നമുക്ക് എന്തൊക്കെ കുടിക്കാൻ സർവത്തും മറ്റേ ഇതെല്ലാം തരാം. അതെല്ലാം എന്റെ തീർന്നു. ഞാൻ എന്നാ ഇതാ ഷെമീറ ബാൻഡേജ് കൊടുക്കണോ? എനിക്ക് ബാൻഡേജ് കൊടുക്കുക. നീ ഒരു ഹെൽമെറ്റ് എടുക്കണം. ഹെൽമെറ്റിൽ എന്തിനാ? പോലീസ് ഉണ്ടായില്ലേ പൊട്ടന്മാരെ? മുത്തേ ചെക്കിംഗ് ഒന്നും ഇല്ല ഹെൽമെറ്റ് ഇടാൻ വേണ്ടിട്ട്. ഞാൻ അത്ര കാലം സ്പ്രേ ചെയ്തിട്ട് വരുന്നുണ്ടേ. ആരോ വരുന്നുണ്ടേ. എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടേ? ആരോ ചൂലിനെ കൊണ്ട് പറന്നു വരുന്നുണ്ട്. പാലത്തിന്റെ മുകളിൽ കയറിയ നമ്മള് മൂഞ്ചു. ഞാൻ പറയുമ്പോ ഞാൻ ഫോർഫീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫൈറ്റ് എടുക്കണ്ട, ഓടിക്കോന്ന് പറയും. അപ്പൊ വള്ളത്തിൽ ചാടണം, മനസ്സിലായോ? കാരണം ഒറ്റക്ക് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോ. അത് ആരാ വരുന്നേ? അടിക്കടാ. ആവശ്യമില്ല പൊട്ടാ. പോലീസ് ഒന്നുമില്ല. GT ഞാൻ തീർക്കുമായിരുന്നു. ഞാൻ അവനെ കണ്ട് 7 പോയിന്റ് ഉണ്ടോ? ശുക്കൂറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 7 പോയിന്റ് എന്റെ കയ്യിലുണ്ട്. കൊടുത്തത് അതുണ്ട് വേണാ. 7 പോയിന്റ് ഇത് എടുത്ത മോനെ 74 എണ്ണം ഉണ്ട്. ആള് അടിയിൽ ബോട്ട് ഫോട്ടോ എടുത്തു. ബോട്ടിനടിച്ചാ അതെടുത്തു. മോനെ അടിക്കടാ, ബോട്ടിനെ അടിക്കടാ. മരിച്ചാ? നമുക്ക് ഓടിയാലോ? നോക്കാം. നമ്മളെ ഇത് കഴിയാനായി. ഇല്ല നമ്മള് സോണിലാ. ഓക്കെ, നമ്മൾ ഈ പാലം കടക്കണം, എന്നാലേ നമുക്ക് എത്താൻ പറ്റും. പാലത്തിന് അപ്പുറത്തെ സൈഡിൽ കൂടെ പാലം കടക്കണം.
അതെങ്ങനെ? ഞാൻ പറയുമ്പോ ഓടണേ. 3, 2, 1 വാ ഓടിക്കോ വാ. എന്തിനീ തുള്ളും നടക്കിടക്ക് വെടി കൊള്ളാണ്ടിരിക്കാൻ. ഇതാ വണ്ടി എടുത്തിട്ട് നൈസായിട്ട് പോവാ. നിക്ക് വാ. കയറി 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 ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോയാലോ വേണ്ടല്ലേ? വേണ്ട. എടാ അല്ലോ ആളടാ കണ്ട അല്ലോ അവര് നമ്മളെ കണ്ടിട്ടില്ല. എടാ ഓടിക്കാൻ അറിയുന്ന ആരെയും കൊടുക്കുവണ്ടി. അല്ല ഞാനാ ഓടിക്കുന്നു മൊത്തം ഇതായി. സ്റ്റക്കായി. ആ വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കി ഒന്ന് ബാക്ക് ഫ്രണ്ട് എടുത്ത് നോക്കാരെങ്കിലും. ഞാൻ ഇവിടെ ആളെ നോക്കാം. ഇല്ല വണ്ടി ലോക്കായി, എഞ്ചിൻ കംപ്ലൈന്റ്. വാ ഇവിടെ ആള് നേരെ കേറി പോലെ. ഇല്ല പോയിട്ടില്ല. ആ വീട്ടിന്റെ എല്ലാം മുകളിൽ ആളുണ്ടാവേ, കുറുക്കന്മാരെ പോലത്തെ. ഇല്ല മുകളിലെ ആളില്ല, മുകളിലെ ടീമാണ് താഴേക്ക് ഇറങ്ങിയത്. അവർ റഷ്യാക്കും പഠിക്കാം. ഇല്ല പക്ഷെ അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, കാരണം സോണ്. വാ അവര് വേറെ ആരുമായിട്ട് ഫൈറ്റ്. വാ ഓടിക്കോ. പറ്റിയ സമയം വാ. അതല്ല നല്ലത്. ഇല്ല ഞാൻ പറയുന്നത് കേക്കടാ. കാറ് കിട്ടുന്നില്ല. ഈ മമ്മു പറയുന്ന ഒന്നും കേക്കണ്ടേ, കാരണം ഇവൻ കളിയിലില്ല. തോറ്റല്ലേ? ആ ആരെങ്കിലും റീകോൾ ചെയ്തൂടെ? റീകോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അങ്ങോട്ട് പോലെ ആവേശത്തിൽ കേറി ഓടിയത്. അന്നെ കൊല്ലല്ലേടാ, ഇത് എവിടെയാ? അന്നെ കൊല്ലല്ലേ. ഇറങ്ങി ഞാൻ നിന്നെ കവർ ചെയ്തോളാം. എന്റെ അടുത്തേക്ക് വാ. എത്തി മോനെ, എത്തി. താഴേക്കോ ശരത്തെ റിവൈവ്. നമുക്ക് കുറച്ച് സർവത്തും മറ്റേ കുടിക്കാനും മറ്റു സാധനങ്ങളും നിലനിർത്താൻ വേറെ എന്റെ ഉണ്ട കഴിഞ്ഞ് 7 പോയിന്റ് ഉണ്ടാ. ഇതാ 7 പോയിന്റ് നീ എടുത്തോ. പെട്ടെന്ന് എന്റെ ഉണ്ട ഫുള്ള് കഴിഞ്ഞ് തൊട്ടടുത്താളെത്തിയ ഇട്ടിട്ടുണ്ട്. വാ എടാ നമ്മള് എത്തൂല, നമ്മള് തന്നെ ഓടി എത്തൂല ചിലപ്പോ. വാ പെട്ടെന്ന് ഓട്. ഈ മെഡിസിൻ എന്തൊക്കെ തരും നമുക്ക്? അല്ലാ ഞാൻ മരിച്ചടാ. ബലൂൺ ഇല്ലടാ. ഞാൻ മരിച്ചു. ഏത് ലൂട്ട് ഇതിലോ? അതെങ്ങനെയാ? ചൂല് എങ്ങനെ? ചൂലെവിടെ? ഞാൻ മരിച്ചു. മെരിക്കല്ല. പുനർജന്മല്ലടാ, ഇതാടാ കളി. മരം മൊണ്ണാച്ചികൾ കൊറേ എണ്ണം ഉണ്ട്. ഒരുത്തൻ നേരെ ഓടിപ്പോയി മുകളിലേക്ക്. ആടെന്തോണ്ട് പപ്സ് ഉണ്ടാ ആ കടയില്? ബുള്ളറ്റ് ഇല്ല, അറിയാം. ഇതെന്താ ഇപ്പൊ 41 ബുള്ളറ്റ് എല്ലാ കണ്ടിനും? 40 സാധാരണ. അപ്പൊ എന്റെ നിയാദ് മാത്രല്ല ഒറ്റ കളിക്കുന്നത്. മോനെ ഒന്ന് മുണ്ടാണ്ടിരിക്കാൻ, എല്ലാരും ഒന്ന് മുണ്ടാണ്ടിരിക്കും, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. എങ്ങനെയെങ്കിലും ചിക്കൻ അടിക്കണം. ഇത് നമ്മളടിക്കോടെ എന്തായാലും. ഞാൻ സോണിലാണോ? ഞാൻ സോണിലാ. അവര് 3 പേരും ഞാൻ ഒറ്റക്കുവാ. അതാണ് പ്രശ്നം. അവിടെ ഒരാൾ ഉള്ളിലേക്ക് പോയി ആ വീട്ടില്. അവൻ റിവൈവ് ആയി. സെൽഫീഡ് ഉണ്ട്. റൈറ്റില്. അപ്പൊ ലെഫ്റ്റില് 2 പേരും റൈറ്റിൽ ഒരാളും. അവര് തമ്മിൽ ഏത് ഞാൻ വെറുതെ നമ്മള് തുടങ്ങിയ കളിയെല്ലാം ഇങ്ങനെ ഷമീർ വെറുപ്പിക്കാൻ മാത്രമാണ് വായ തുറക്കും കാര്യം. നെക്സ്റ്റ് സോൺ അവിടെയാ. സീൻ ഞാൻ ലാസ്റ്റ് കയറിക്കോളാം. അവര് തമ്മിൽ അടിയാവട്ടെ അപ്പത്തേക്ക്.
ഞാൻ കളിക്കണ്ട ജയിക്കേണ്ട കളിയായിരുന്നടാ. അവനെ അടിക്കണ്ടല്ലോ, കാരണം ഇപ്പുറത്തെ ലെഫ്റ്റിൽ രണ്ടാൾക്കാരോ. ഏത്? 2 റീകോളാ? അത് അറിയില്ല. ഒന്നാം തീയതി ചിലപ്പോൾ 2 ഉണ്ടാവും. പിന്നെ 2 പ്രാവശ്യം ചത്തുപോയി അതുകൊണ്ട്. അവനെ അടിക്കണ്ടാന്ന്. ശരത് ഫാൻസ് ഫ്രോം ബാംഗ്ലൂർ. ചുവന്ന ഹൃദയം, ചുവന്ന ഹൃദയം, ചുവന്ന ഹൃദയം, ചുവന്ന ഹൃദയം, ചുവന്ന ഹൃദയം, ചുവന്ന ഹൃദയം. ആരും കാണാ. ആര് അത് നോക്കി ചണ്ടി കിട്ടുന്നുണ്ട്. പെയിന്റ് എടുത്തൂടെ വരികയായിരിക്കും. ആര് എന്തൊരു കറാൻ കാണിക്കലാണ്. ഏഞ്ഞ സൗണ്ട് കേൾക്കൂല. കടലക്കാറ്റിലാവുന്നേക്കോ. പിന്നെ എന്തെങ്കിലും നോക്കണം. എത്ര കാലമായല്ലേ ഇത് മാറ്റാൻ? തിരുമ്പലുണ്ടോ? അല്ലാക്കറിയാം. കളി കഴിഞ്ഞാൽ തിരുമ്പായിരിക്കും. എല്ലാരും വിളിച്ചിട്ടാണല്ലോ. പിന്നെ അതന്നെടോ. ആ എന്നാ പിന്നെ മഞ്ഞ പാവാടയും മാറ്റിക്കൂടെ? പാവാടല്ല, സ്കേർട്ടാന്ന് തോന്നും. സ്കേർട്ട് എന്ന് വെച്ചാൽ എന്താ? സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ചുരിദാറിന്റെ പകുതി പോലത്തെ ടോപ്പല്ല. ഒരുത്തൻ ചത്തു. എന്റെ ബാക്കിൽ ഒരുത്തൻ. പെണ്ണുങ്ങള് 1v1. ഇതൊരു സ്ഥലം. ഞാൻ അവിടെ ആളുണ്ട് കേട്ടോ. ചോന്ന ലൈറ്റ് എത്തി. എന്ത് വില കൊടുത്തും ജയിക്കാന്നുള്ള ഒറ്റ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെന്തായാലും നമ്മള് ഒരു ടീമാ. എന്റെ സംശയം. കുന്നുന്ന ലെവലിൽ ഇപ്പൊ വന്നാൽ ഇതെന്ത് ഇങ്ങനെ തന്നെ നടക്കുന്നടാ? ഇത് നാണം വരുന്നില്ലേ? വീട് തന്നെ കിടക്കേണ്ട എന്താ ആവശ്യം? ഷഡ്ഡിയാണ്, ഷഡ്ഡി കാണിക്കാൻ വേണ്ടി കിടക്കുന്നില്ലേ? എനിക്കും അങ്ങനെ തന്നെ അല്ലേ? ഇതെല്ലാം ഭയങ്കര ഏതുമില്ലാത്ത ഹറാമ്. അതിന്റെ ഇപ്പുറത്തേതാണ് ഈ മറ്റേ ബോള് പോലത്തെ തിന്നിങ്കല. അതിനെ കാണുമ്പോ പിരാന്ത് പിടിക്കുന്നല്ലേ? ഒരു ഉണ്ടമ്പൊരു നീല കളർ അടിച്ച എന്താണ് എന്തോ ഒരു ഇരിച്ചലെടുക്കുന്ന പോലത്തെ ഒരു സാധനം. സെയിം ടീം അല്ല. ഇഷ്ടമല്ല സാധനത്തിന്. അത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു കളി ജയിക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ ഒരു പറക്കലും എവിടുന്നല്ലോ. ഞാൻ നേരത്തെ പാലത്തിന്റെ മുകളിൽ പറഞ്ഞിട്ട് എനിമി എന്നെ കാണുന്നു ഇത് പറക്കുന്നത്. എന്നാലും എന്നെ കൊല്ലല്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഷെഡ് കാണാൻ വേണ്ടിട്ടൊന്നായിരിക്കില്ല. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇതൊരു എന്തോ ഒരു ഇതാന്നൊരു നിന്നെ പോലത്തെ സാധനം എന്തോ. ആ നിന്റെ കട്ടുണ്ട് കേട്ടോ. അതിന് നിന്റെ താടിന് നിന്റെ കട്ടുണ്ട് ശരിക്കും. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് അധികം ഓവറാക്കല്ല. നീ എന്തിനേം കുണ്ടി നോക്കാം. മറ്റേനെ കാണുമ്പോ നീല അതിനെങ്ങനെ സെറ്റിങ്സ് പോയിട്ട് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ? അത്രയും നല്ലത്. ഇതെന്തിനെല്ലാം കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര പേഷ്യൻസ് കൂടി കേട്ടോ. പണ്ട് ഒരിക്കലും എനിക്ക് ഇത്രയും ക്ഷമ ഉണ്ടാവില്ല. ഞാൻ നോക്കി കളിക്കാം. ഓന് അറിയാലോ ഞാൻ ഉള്ളത്.
നീ നേരത്തെ ബോംബറിന്റെ കണ്ടോ? ഓനറിയാം ഞാൻ അവിടെ ഉണ്ടെന്ന്. അപ്പൊ അതുവഴി ഇപ്പൊ ഇങ്ങോട്ട് വരുമോ? ഓനറിയാം. Input to thin and pav യൂണിയർ ഷമീറെ ആനന്ദാശ്രുക്കളോടെയുള്ള മുഖം ഇതൊന്നും ഓഫാക്കി. ആ യൂട്യൂബിന്റെ ചിഹ്നം ഒന്ന് നോക്കിയേ. ആ യൂട്യൂബിന്റെ ചിഹ്നം ഒന്ന് നായിന്റെ മോനെ നിന്റെ ആനന്ദാശ്രക്കുള്ള കുണ്ണ. എന്തൊരു എന്തിനാടാ നീയല്ലേ ഇങ്ങനത്തെ? എടാ ഞാൻ സൗണ്ട് കേട്ടില്ല. ഓനാ തീന്റെ സാധനം എറിയുന്ന സൗണ്ട് ഞാൻ കേട്ടില്ല. ആനന്ദാശ്രു ഓന്റെ ആനന്ദാശ്രു. അതിന്റെ ഇടയിൽ ഇവന്റെ എല്ലാം കോണയോ ഒരു കോൺസെൻട്രേഷനും തരൂല. തിന്നാൻ വേണ്ടേ മോനിക്ക്? എന്നാ പോയി തിന്നോ. നിനക്ക് ഇഡ്ഡലി ഉണ്ടാ? പോയി തിന്നോ. നീ വേറെന്താ നിനക്ക് അറിയേണ്ടത്? എടാ അത്രയും സമയം ഓനൊരു സൂപ്പർ ചാറ്റ് ഇട്ടിട്ടില്ല. ലാസ്റ്റ് ആനന്ദാശ്രുക്കളുള്ള മുഖം പോലും എടാ. ഓനക്ക് ആനന്ദാശ്രുക്കളുള്ള മുഖാന്ന് പോലും എനിക്ക് ഇഷ്ടം. എന്തൊരു